അടുത്തൊരു ടോപ്പിക്കാണ് ഈ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. പ്രധാനമായിട്ടും യു ഹാവ് എ complete and non-redundant list of the h elements of a finite group. നമുക്കതിൻ്റെ പോസിബിൾ പ്രൊഡക്ട്സ് എല്ലാം നമുക്കറിയുമെങ്കിൽ now there is a way that is like these can be conveniently written in a form of a table. That is, this consists of h rows and h columns. It is called group multiplication table. വെറുതെ അതങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആവില്ല. There are certain rules which has to be followed. The first thing is the multiplication. So I'm here saying that the multiplication, but it doesn't mean the algebraic multiplication. Instead it is a combination, or the product means it's a combination. So in general the multiplication is not commutative. That means what we are doing is the factors of what we are taking is column element into row element. That means here we are our multiplication is column element into row element. That is how we proceed. So the column elements, so the columns are labeled by x and the row are labeled by y. Then the product is x, y. Okay. Now before defining this, I would like to have your attention into a certain thing known as the rearrangement theorem. So what is the rearrangement theorem is? It is as follows. So whenever you are giving the whenever we are making a multiplication table, there is a rule which you have to follow. So എങ്ങനെയാണ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതിനെ നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ഈ റീഅറേഞ്ച്മെന്റ് തിയറം പറയുന്നത് ഇങ്ങനെയാണ്: ഈച്ച് റോ ആൻഡ് കോളം ഇൻ ദ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ലിസ്റ്റ് ഈച്ച് ഓഫ് ദ ഗ്രൂപ്പ് എലമെന്റ്സ് വൺസ് ആൻഡ് ഓൺലി വൺസ്. അതായത് ഒരു ടേബിൾ ആവട്ടെ ഒരു റോ ആവട്ടെ, അതിനകത്ത് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ആ എലമെന്റ് ഗ്രൂപ്പ് എലമെന്റ്സ് വരികയുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സുഡോക്കു ആലോചിച്ചാൽ, സുഡോക്കു നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, കളിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അത് നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? അത് സോൾവ് ചെയ്യുന്നത് നിങ്ങൾ അതിനകത്ത് ഒരു എലമെന്റ് ഒരു പ്രാവശ്യം മാത്രമേ റോ ആയാലും കോളം ആയാലും അത് അപ്പിയർ ചെയ്യുകയുള്ളൂ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നോക്കിയിട്ടാണ് നിങ്ങൾ അത് ചെയ്യാറുള്ളത്. സോ ഇൻ എ സിമിലർ വേ വി ഹാവ് ടു ഫോളോ ദാറ്റ് this the element of the group element appear only once. That means no two row may be identical or no two column be identical. So ഓരോ റോയും ഓരോ കോളം അത് it is a rearranged list of the group elements. Okay, so അങ്ങനെയാണ് നമ്മുടെ ഇതിനകത്ത് വന്നിരിക്കുന്നത്. സോ അത് വെച്ചിട്ട് നമുക്കൊന്നിട്ട് ഗ്രൂപ്പ് എലമെന്റ്സ്, നമുക്ക് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. So first I am going to make is group of order 1. So ഗ്രൂപ്പ് ഓഫ് ഓർഡർ 1ൽ ഒരേ ഒരു എലമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ദ ഐഡന്റിറ്റി എലമെന്റ് ഇറ്റ് സെൽഫ്. ഓക്കെ, സോ ഒരേ ഒരു എലമെന്റ് മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 1. Now what we are going to do is looking into a group of order 2. So our next task is group of order 2.
ഗ്രൂപ്പ് ഓഫ് ഓർഡർ 2-ൽ രണ്ടെണ്ണമാണുള്ളത്, രണ്ട് എലമെൻറ്റ്സ് ആണുള്ളത്. സോ അതിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് G2 എന്ന് പറഞ്ഞിട്ടാണ്. സോ G2-ൽ രണ്ട് എലമെൻറ്റ്സ് ഉണ്ടാവും, ഇ അഥവാ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ആൻഡ് ദ ഫസ്റ്റ് എലമെൻറ്റ്. സോ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം. G2 E A E A. ഓക്കെ, ഇതിൽ ഇ ഇൻറ്റു ഇ ഇറ്റ് ഈസ് ഇ, ഇ ഇൻറ്റു എ ഇറ്റ് ഈസ് എ. സോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കോളം എലമെൻറ്റ് ഇൻറ്റു റോ എലമെൻ്റ് ആണ് അല്ലേ. സോ ദിസ് എലമെൻറ്റ് ഇൻറ്റു ദിസ് എലമെൻറ്റ്, റോ എലമെൻറ്റ്, ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അടുത്ത എ ഇൻറ്റു ഇ എ, എ ഇൻറ്റു എ ഇറ്റ് ഹാസ് ടു ബി ഇ അല്ലേ, ഇറ്റ് ഹാസ് ടു ബി ഇ. ശരിയാണല്ലോ. അതല്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. ഇത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ശരിയാവുകയുള്ളൂ. എ ഇൻറ്റു എ ഷുഡ് ബി ഇ. കാരണം എന്താണ്, ഇവിടെ ഇ അല്ലാതെ മറ്റൊരു എലിമെൻറ്റ് വരാൻ സാധ്യത. സോ ദിസ് ഇസ് ദ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 2. അടുത്തത് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 3. സോ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഡർ 3 നമുക്ക് നോക്കി നോക്കാം. സോ ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളും എല്ലാം നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇ എ ബി എലമെൻറ്റ്സ് താഴെ എ ബി. സോറി ദിസ് ഇസ് റോങ്. ഇ എ ബി താഴത്തേക്കും ഇ എ ബി. ദിസ് ഈസ് G3 അഥവാ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 3. ഇതിനകത്തേക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അത് പ്രത്യേകം തന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം, എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇ ഇൻറ്റു ഇ it is E. E into A, it is A. E into B, it is B. Similarly, A into E, it is A. B into E, it is B. ഇനിയും 1 2 3 4 എലമെൻറ്റ്സ് നമുക്ക് കാണാനുണ്ട്. സോ ഈ 4 എലമെൻറ്റ്സ് കാണണമെന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കണം എങ്ങനെയാണ് ഇത് വരേണ്ടത് എന്നുള്ളത്. സോ നമുക്ക് രണ്ട് വഴികളുണ്ട് എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത്. സോ ആദ്യത്തെ ആർഗ്യുമെന്റ് നോക്കുക. ഇഫ് ഐ ആം ഗിവിങ് എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ബി അല്ലേ, എ ഇൻറ്റു എ ബി ആണ് എന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എ ഇൻറ്റു എ ഈസ് ഇ എന്ന് ഞാൻ അസ്യൂം ചെയ്യാം. സോ എ ഇൻറ്റു എ ഈസ് ബി അല്ലെങ്കിൽ എ ഇൻറ്റു എ ഈസ് ഇ എന്ന് വയ്ക്കാം. എ ഇൻറ്റു എ ഈസ് ഇ ആണെന്നുണ്ടെങ്കിൽ B into B will also be E. ഓക്കെ നോക്കാം. സോ ആദ്യത്തെ ഒരു ആർഗ്യുമെന്റ് എടുത്ത് നോക്കാം ഞാൻ. സോ ആദ്യം ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ്, എ ഇൻറ്റു എ ഈസ് ഇ. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട്. എ ഇൻറ്റു എ ഈസ് ഇ. സോ ഇവിടെ ഇ ടു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇ വന്ന സ്ഥിതിക്ക് ഇ കനോട്ട് അപ്പിയർ ഹിയർ. സോ ദ ഓൺലി വേ ഈസ് ഇ അടുത്ത ഈ തേർഡ് കോളത്തിലെ ഇ ഇവിടെ മാത്രമേ വരാൻ പാടുള്ളൂ. അതായത് ബി ഇൻറ്റു ബി ഷുഡ് ആൾസോ ബി ഈക്വൽ ടു ഇ. അപ്പോൾ ഇനി എങ്ങനെ വന്നു, എ ഇ വന്നു അല്ലേ. അപ്പോൾ ഇവിടെ ബി കൊടുക്കണം. നോക്കിക്കോ, ഇനി ഇവിടെ ഈ കോളത്തിൽ പോസിബിൾ ആയിട്ടുള്ളത് ഇവിടെ ബി ആണ്, ഇവിടെയും ബി ആണ്. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കോളത്തിൽ ബി റിപ്പീറ്റ് ചെയ്ത് തന്നു. സോ എ ഇൻറ്റു എ കനോട്ട് ബി ഇ ആൻഡ് B into B cannot be E. That means
we need to change everything. Okay, so നമ്മുടെ ഈ ഒരു ചോയ്സ് അഥവാ എ ഇൻറ്റു എ ഈസ് ഇ എന്നുള്ളത് ചോയ്സ് that is wrong, that cannot be taken, and we need to take a into a is equal to b. So a into a is equal to b. Okay, a into a is equal to b എന്നാണെന്നുണ്ടെങ്കിൽ then we have to accept that a into b should be b into a. a b ഇവിടെ വന്നു, a b വന്നു. So ഇവിടെ a into b should be equal to e. അല്ലേ? സോ എ ഇൻറ്റു ബി ഷുഡ് ബി ഈക്വൽ ടു ഇ എന്ന് വന്നു കഴിഞ്ഞാൽ സ്ഥിതിക്ക് ഇനി ഇവിടെയും ബി ഇൻറ്റു എ ഷുഡ് ബി ഈക്വൽ ടു ഇ. അത് വന്നേ പറ്റും. സോ ബി ഇ ഇവിടെ ഒരേ എലമെൻറ്റ് പോസിബിൾ ആയിട്ടുള്ളത് എ ആണ്. ഓക്കെ, സോ അതാണ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 3യിൽ വന്നിരിക്കുന്നത്. നൗ സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. സോ വാട്ട് ഐ ഹാവ് എ റിസൾട്ട് ഈസ് എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ബി. സോ ഐ ഹാവ് എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ബി അല്ലേ? സോ എ ഇൻറ്റു ബി എന്താണ്? എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ഇ. അതായത് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ആണ്, ഈസ് ഈക്വൽ ടു ഇ. സോ എനിക്ക് ഇതിനകത്തുള്ള ഈ ഗ്രൂപ്പിനകത്തുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഇ എ ബി ഇതിനെല്ലാം എനിക്ക് എയുടെ ടേമിലേക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഇ എ സ്ക്വയർ. ഓക്കെ, അതായത് ഓരോ എലമെൻറ്റും ദ എൻറ്റയർ ഗ്രൂപ്പ് ക്യാൻ ബി ജനറേറ്റഡ് ബൈ ടേക്കിംഗ് the element a and its powers. Okay, so a square is equal to b, then a cube is equal to e. So ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് എ സൈക്ലിക് ഗ്രൂപ്പ് എന്ന്. That is, in a cyclic group of order H, an element x and all its h powers up to x raised to h, which is equal to e, can be generated. Okay, so we will have x square, x cube, etc., x raised to h. The last element is equal to e. Okay, അങ്ങനെ വരുന്നതാണ് ഈ സൈക്ലിക് ഗ്രൂപ്പ്. സോ ഈ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി നോക്കി നോക്കാം. സപ്പോസ് ഐ ഹാവ് എ പ്രൊഡക്റ്റ് എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എം അല്ലേ? അതായത് എന്താ എഴുതിയിരിക്കുന്നത്? ഫസ്റ്റ് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് അപ് ടു എക്സ്, ഇത് എം ടൈംസ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് അപ് ടു എക്സ് എം ടൈംസ് അല്ലേ? സോ ഈ ബ്രാക്കറ്റ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ദ സെയിം ആസ് എക്സ് റൈസ് ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ, ആൻഡ് ഈച്ച് എക്സ് റൈസ് ടു എൻ ആൻഡ് ഈച്ച് ഓഫ് എക്സ് റൈസ് ടു എം ആർ all are elements. So what I got is an element A. So ഇതിനെ ഞാൻ A എന്നും ഈ എലമെൻറ്റിനെ B എന്നും പറഞ്ഞാൽ an element A into an element B is the same as element B into element A. അല്ലെങ്കിൽ this group, the cyclic group, obeys commutative law. So the cyclic group is abelian. And here G3 is the simplest
cyclic group. Okay, now we can go to further higher dimension. Now I am going to group of order 4. Okay, so first thing I am going to do is to define the elements. X is equal to a, x square equal to b, x cube equal to c, x raised to 4 is equal to e. So I can define the elements g4 of 1. g4 of 1 എന്ന് പറയാൻ കാരണം ഇതിനകത്ത് വേറൊരു പോസിബിലിറ്റി കൂടി വരുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. സോ ദ ഫസ്റ്റ് എലമെന്റ് ഈസ് ഇ എ ബി സി, then E A B C. ആദ്യത്തെ റോയും ആദ്യത്തെ കോളവും സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഇ എ ബി സി തന്നെയായിരിക്കും. ഇ എ ബി സി. ബാക്കി നമുക്ക് ഈ ഇത്രയും ഭാഗം അറിയുമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. സോ ഇവിടെ ഇ ആണെങ്കിൽ എ ഇൻറ്റു എ, എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ വന്നു, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ബി. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് ക്യൂബ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സി. എ ഇൻറ്റു സി, എക്സ് ഇൻറ്റു എക്സ് ക്യൂബ്, അതായത് എക്സ് റൈസ്ഡ് 4, ദാറ്റ് ഈസ് ഇ. ആൻഡ് ഇഫ് യു ഫോളോ ദ സെയിം ഫാഷൻ, വാട്ട് വി ഗെറ്റ് ഈസ് ബി സി ഇ എ, സി ഇ എ ബി. ഓക്കെ, സോ നമുക്കിവിടെ ഒരു ടേബിൾ കിട്ടിയിട്ടുണ്ട്. ഈ ടേബിളിൽ നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കി നോക്കാം. ഇവിടെ ബി എന്നുള്ള എലമെൻറ്റ് നോക്കി നോക്കാം. സോ ഇ ഇൻറ്റു ഇ ഈസ് ഇ, ആൻഡ് ബി ഇൻറ്റു ബി അതെന്ത് വന്നു? അത് ഇ എന്ന് വന്നു. സോ വാട്ട് വി ഗോട്ട് ഹിയർ ഈസ് ബി ഇൻറ്റു ബി ഈസ് ഇ, ദാറ്റ് ഈസ് ബി ഈസ് ഇറ്റ്സ് ഓൺ ഇൻവേഴ്സ്, അതായത് ബി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, സോ ഇതിന് വേണ്ടത് ഈ ഒരെണ്ണം മാത്രമേ ഇറ്റ്സ് ഓൺ ഇൻവേഴ്സ് ആക്കി മാറ്റിയിട്ടുള്ളൂ. പക്ഷേ എനിക്കിത് വേണമെങ്കിൽ ഒന്നുകൂടി മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ കൂടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ I can do is that I can insist that each of the 4 elements, so 2 elements, so I have E A B C. ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഇതിനകത്ത് എഴുതിയ ടേബിളിൽ നമ്മൾ എഴുതിയിരിക്കുന്നതാണ് ബി ഈസ് ഇറ്റ്സ് ഓൺ ഇൻവേഴ്സ് എന്നാണ്. നൗ ഐ ആം ഇൻസിസ്റ്റിംഗ് ദാറ്റ് എ കോമ ബി both are its own inverses. That means A into A is equal to E, B into B is equal to E. Okay, A into A is equal to B, B into B is equal to E. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് ഒരല്പം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ് കിട്ടാൻ പോകുന്നത്. So what I have here is now I am going to change all these elements. So here the element is E,
Now I have insisted that A into A is E and B into B is also E. അല്ലേ? B into B is E, A into A is E. ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ദിസ് വിൽ ഫോഴ്സ് C into C will also equal to E എന്ന് എഴുതേണ്ടി വരും. കാരണം ഇവിടെ ഫസ്റ്റ് കോളത്തിൽ എവിടെയും E എഴുതാൻ പറ്റില്ല, ഇനി സെക്കൻഡ് കോളത്തിൽ എവിടെയും E എഴുതാൻ പറ്റില്ല, തേർഡ് കോളത്തിൽ എവിടെയും E എഴുതാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ദ ഓൺലി പൊസിഷൻ ലെഫ്റ്റ് ഫോർ E ഈസ് ഹിയർ. സോ C into C should also be E. ഇത്രയും ആയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, A into A is E, B into B is C. സോ A into B അല്ലേ, A E B ഇവിടെ ഉണ്ട്. സോ ഇവിടെ അടുത്തത് C വന്നേ പറ്റൂ. A E C ഇവിടെ ഉണ്ട്. സോ ഇവിടെ B വന്നേ പറ്റൂ. A E B ഇവിടെ ഉണ്ട് ഈ കോളത്തിൽ. സോ ഇവിടെയും C വന്നേ പറ്റൂ. B C E ഇവിടെയുണ്ട്. സോ A ഇവിടെ വന്നേ പറ്റൂ. A E C ഇവിടെയുണ്ട്. സോ B വന്നേ പറ്റൂ. B C E ഇവിടെയുണ്ട്. സോ A വന്നേ പറ്റൂ. സോ ഇതാണ് നമ്മുടെ G4 ഓഫ് 2 എന്ന് പറയുന്ന അഥവാ നമ്മുടെ സെക്കൻഡ് പോസിബിലിറ്റി. സോ we have a second possibility of group element. Okay, then there are other group elements also, like you can construct given the group elements of order 5 and 6, but അതത്ര ഈസിയർ അല്ല, അല്പം അത്യാവശ്യം ടൈം എടുക്കുന്നതുമാണ്. സോ ഓൾ ദീസ് തിങ്സ് ക്യാൻ ബി ഡൺ ആസ് ആൻ എക്സസൈസസ്. ബട്ട് ഈ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സും എല്ലാം ഇതുവരെ എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ ആൻഡ് താങ്ക് യു.